തൃശൂർ വടക്കേക്കാട് പ്രവാസി മലയാളിയുടെ വീട്ടിൽ നിന്നും വൻ കവർച്ച. സി.ജി. ദിൽജിത്ത് തൃശൂരിൽ നിന്നും. ദിൽജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എത്രമാത്രം വലിയ കവർച്ചയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കണക്കാക്കുക? തൃശൂർ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുക്കിലപീടികയിലാണ് മോഷണം നടന്നത്. മുക്കിലപീടിക തണാകം കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ നിന്നാണ് 500 പവൻ സ്വർണം നഷ്ടപ്പെട്ടത്. പ്രവാസി വ്യവസായിയായ കുഞ്ഞു മുഹമ്മദ് ഹാജിയും കുടുംബവും രണ്ടാഴ്ചയായി വിദേശത്താണ്. ഇയാളുടെ മാനേജർ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. 500 പവൻ സ്വർണത്തിന് പുറമെ 50 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളും നഷ്ടമായതാണ് മാനേജറുടെ പരാതി. പരാതിയെ തുടർന്ന് വടക്കേക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. വീട്ടുടമസ്ഥനായ കുഞ്ഞു മുഹമ്മദ് ഹാജിയും കുടുംബവും ഇപ്പോൾ വിദേശത്താണുള്ളത്. ഇവരോട് കേരളത്തിൽ മടങ്ങിയെത്താനും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെയും മറ്റ് വസ്തുക്കളുടെയും കാര്യത്തിൽ വ്യക്തമായ സൂചനകൾ അല്ലെങ്കിൽ പരാതി എഴുതി നൽകാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വസ്തുത, ഈ നിരവധി സെക്യൂരിറ്റി ജീവനക്കാർ ഉള്ള വീടാണ് ഈ മുഹമ്മദ് ഹാജിയുടേത്. അത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ വീട്ടിലുള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ ഒരു മോഷണം നടക്കാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്യുകയും ഏത് സാഹചര്യത്തിലാണ് മോഷണം നടന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് വൻ മോഷണ ശ്രമം നടന്നത്. ATM മോഷണത്തിൽ 26 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് ATM മെഷീൻ വണ്ടിയിൽ കെട്ടിവലിച്ച് മോഷണം നടത്താനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസിൽ ആദ്യത്തെ കേസിൽ പ്രതികളെ കണ്ടെത്താനായെങ്കിലും രണ്ടാമത്തെ മോഷണ ശ്രമത്തിൽ പ്രതികളെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിൽ ജില്ലയെ ഞെട്ടിച്ചുകൊണ്ട് 3ാമത്തെ മോഷണം ഉണ്ടായിരിക്കുന്നത്. 500 പവൻ സ്വർണത്തിലധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ വീട്ടുടമസ്ഥനായ മുഹമ്മദ് ഹാജിയെ കേരളത്തിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിൽജിത്ത്, പോലീസ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ബാങ്കുകൾ, വൻ വ്യവസായികൾ, പ്രവാസികൾ, അവർ വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിലും അത്തരത്തിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ച്, വ്യവസായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബാങ്കുകളടക്കം, അതിൽ മധ്യ തിരുവിതാംകൂറിനെ കണക്കാക്കുകയാണെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നത് എറണാകുളവും തൃശ്ശൂരുമാണ്. ഇതൊക്കെ തൃശ്ശൂരിലെ പോലീസ് നേതൃത്വം അറിയുന്നുണ്ടോ? ഈ നടപടികൾ അവർ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും പ്രദീപ്, ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വലിയ മോഷണ ശ്രമങ്ങൾ നടന്നിരുന്നു. ATM ഉൾപ്പെടെ കവർന്ന് 26 ലക്ഷത്തിലധികം രൂപ, അത്തരത്തിലുള്ള വൻ മോഷണ ശ്രമങ്ങളാണ് നടന്നത്. എന്നിട്ട് പോലും ജില്ലയിൽ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനോ ബാങ്കുകൾക്കോ മറ്റ് ഇത്തരത്തിൽ വൻ ധനികരുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വത്തുക്കൾക്കോ സംരക്ഷണം നൽകുന്നതിനോ അത്തരത്തിലുള്ള മുൻകരുതലൊന്നും സ്വീകരിക്കാൻ തന്നെ പോലീസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന ശേഷം ഇപ്പോൾ റൂറൽ പോലീസ് സ്റ്റേഷന്റെയും സിറ്റി പോലീസിന്റെയും നേതൃത്വത്തിൽ വലിയ സംഘം ഇപ്പോൾ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഈ പ്രതികളെ പറ്റിയോ മറ്റ് ഏത് രീതിയിലാണ് സ്വർണം നഷ്ടപ്പെട്ടതോ എന്ന് സംബന്ധിച്ച് യാതൊരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാർ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് മോഷണം നടന്നത് എന്ന ഒരു കാരണത്താൽ സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുകയും അവരുടെ വിശദീകരണം ശേഖരിക്കുകയുമാണ് ഇപ്പോൾ നടക്കുന്നത്.